തൃശൂരിൽ യുവാവ് മരിച്ചത് ബസ്സിനെ മറികടക്കുന്നതിനിടെ ബൈക്കിന്റെ നിയന്ത്രണം വിട്ട്. എതിർദിശയിൽ മറ്റൊരു ബൈക്ക് വരുന്നതിനിടെയാണ് ലാലൂർ സ്വദേശി ആബേലിന്റെ ബൈക്ക് നിയന്ത്രണം വിട്ട് ബസ്സിനടിയിലേക്ക് മറിയുന്നത്. അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. റോഡിലെ കുഴികളാണ് അപകട കാരണമെന്നാരോപിച്ച് പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധിച്ചിരുന്നു. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിഡിയ, ഈ സൂചിപ്പിച്ചതുപോലെ കുഴി മറികടക്കാനുള്ള ശ്രമത്തിനിടെയാണ് അപകടം സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ടല്ലോ, എന്താണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? രാവിലെ 9:15 ഈ അപകടം ഉണ്ടാവുന്നത്. ആദ്യഘട്ടത്തിൽ നമുക്ക് വന്നിരുന്ന വിവരങ്ങൾ അനുസരിച്ച് അത് കുഴിയിൽ വീണാണ്. അത്തരത്തിൽ കുഴിയെ വെട്ടിച്ചപ്പോഴാണ് അപകടമുണ്ടായത് എന്നായിരുന്നു പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പിന്നെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ബൈക്കിന്റെ നിയന്ത്രണം വിട്ട് ബസിന്റെ അടിയിലേക്ക് കയറുകയായിരുന്നു എന്നുള്ളതാണ്. എതിർ ദിശയിൽ വന്ന മറ്റൊരു ബൈക്ക് വരുന്നതിനിടെ ലാൽദിശയായ ആബേലിന്റെ ബൈക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. എന്തായാലും ആ തൽക്ഷണം തന്നെ ആബേൽ മരിക്കുകയാണ് ഉണ്ടായത്. ഈ കുഴിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഈ സമര പരിപാടികളും ഒക്കെ ആയിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതായത് ഇത്തരത്തിൽ കുഴിയിൽ വീടാണ് ആബേൽ മരിച്ചതെന്നായിരുന്നു പ്രാഥമികമായി നമുക്ക് ലഭിച്ച വിവരങ്ങൾ. അത്തരത്തിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിഷേധവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. മാത്രമല്ല ഇതിനു മുൻപും ഇതുപോലെ തന്നെ MG റോഡിൽ ഇത്തരത്തിലൊരു യുവാവ് കുഴിയിൽ മരിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കുഴി ഇപ്പോഴും ആ പ്രദേശത്തെ കുഴി ഇപ്പോഴും അതുപോലെ തന്നെ തുടരുകയാണ്. അതിന് യാതൊരു രീതിയിലുള്ള മാറ്റവുമില്ല. ഈ ഇത്തരത്തിലൊരു കാരണം കൊണ്ട് ആ കുഴിയുടെ കാര്യം വിചാരവൽക്കരിച്ച് കാണാനാവില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം എപ്പോഴും പറയുന്നത്. എന്നിരുന്നാലും നിലവിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ബൈക്കിന്റെ നിയന്ത്രണം വിട്ടാണ് ഇപ്പോൾ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നാണ്. ശരി, ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്.